മിശിഹായിൽ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, പ്രിയമക്കളെ, ഈ പ്രഭാതത്തിൽ സങ്കീർത്തനം 1:1-2 വാക്യങ്ങൾ, The book of Psalms, chapter 1, verses 1 and 2. ദുഷ്ടരുടെ ഉപദേശം സ്വീകരിക്കുകയോ പാപികളുടെ വഴിയിൽ വ്യാപരിക്കുകയോ പരിഹാസകരുടെ പീഠങ്ങളിൽ ഇരിക്കുകയോ ചെയ്യാത്തവൻ ഭാഗ്യവാൻ. അവന്റെ ആനന്ദം കർത്താവിന്റെ നിയമത്തിലാണ്. രാവും പകലും അവൻ അതേക്കുറിച്ച് ധ്യാനിക്കുന്നു. എല്ലാവരെയും സ്നേഹിക്കുന്ന ക്രിസ്ത്യാനി എല്ലാവരോടും ഇടപെടുകയും എല്ലാ കൂട്ടങ്ങളിലും സംബന്ധിക്കുകയും ചെയ്യണമോ? സഹിത്വത്തിന് കൊള്ളാത്തവരെന്ന് വിധിച്ച് ചിലരിൽ നിന്ന് അകന്നു നിൽക്കുന്നത് ശരിയാണോ? ശരിയല്ലെന്ന് അഭിപ്രായം തോന്നിയേക്കാം. പക്ഷേ അനുരഞ്ജനമെന്നോ താതാത്മ്യമെന്നോ പറഞ്ഞ് എല്ലാവരോടും അടുത്തിടപെട്ടാൽ നമ്മുടെ ജീവിതം അധപ്പതിക്കാനിടയാകും. നന്മയേക്കാൾ തിന്മയുടെ പ്രേരണ അതിവേഗം പടർന്നു പിടിക്കും. മുങ്ങിച്ചാകുന്നവനെ രക്ഷിക്കുവാൻ അവനെ ആശ്ലേഷിക്കുകയല്ല, സ്വന്തം നില ഉറപ്പിച്ചുകൊണ്ട് പിടിച്ചു കയറ്റുകയാണ് ആവശ്യം. സ്വന്തം ജീവിതം വിശുദ്ധമായി സൂക്ഷിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ ചിലരിൽ നിന്ന് അകന്ന് ജീവിക്കേണ്ടത് ആവശ്യമാണെന്ന് സങ്കീർത്തകന്മാർ കരുതുന്നു. ദുഷ്ടന്മാരുടെ ആലോചനയും പാപികളോടൊത്തുള്ള യാത്രയും പരിഹാസികളോടൊത്തുള്ള ഇരിപ്പും അവർക്ക് പാടുള്ളതല്ല. ദുഷിച്ച കൂട്ടുകെട്ടിൽപ്പെട്ടാൽ നല്ലവരും ദുഷിക്കുമെന്നതുകൊണ്ട് ഒരു പിതാവ് മകനെ അത്തരം കൂട്ടുകെട്ടിൽ നിന്നും പിന്തിരിപ്പിക്കുവാൻ ശ്രമിച്ചു. മകൻ ഇതിനോട് വിയോജിച്ചു. അപ്പോൾ അദ്ദേഹം ഒരു കുട്ട നിറയെ നല്ല മാമ്പഴം കൊണ്ടുവന്നു. അതിലൊന്ന് ചീഞ്ഞ പഴമായിരുന്നു. അടുത്ത ദിവസം കുട്ട തുറന്നു നോക്കിയപ്പോൾ ചീഞ്ഞ പഴത്തോടെ ചേർന്നിരുന്ന നല്ല പഴങ്ങളും അഴുകിയിരിക്കുന്നതായി മകൻ മനസ്സിലാക്കി. തിന്മയുടെ പ്രേരണ ശക്തിയോടെ അതിവേഗം പ്രചരിക്കുമെന്നവൻ പഠിപ്പിച്ചു. വിശുദ്ധമായി ജീവിക്കുന്നവർ മോശമായ ചുറ്റുപാടുകളിൽ നിന്ന് ഒഴിഞ്ഞിരിക്കേണ്ടത് ആവശ്യമാണ്. സമൂഹത്തിൽ നിന്ന് പലായനം ചെയ്യുമ്പോൾ അസാധ്യമായത് എന്നാൽ സഹിത്വവും ആലോചനയ്ക്കുമായി എല്ലാവരെയും സ്വീകരിക്കുവാൻ നമുക്ക് സാധിക്കില്ല. അവരിൽ നിന്നും മാറി ജീവിക്കുന്നതാണ് ആവശ്യം. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നിന്നും നമ്മൾ ഒഴിവാകണം. നമ്മുടെ കർത്താവ് മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയും നിങ്ങളെല്ലാവരോടും കൂടി ധാരാളമായിട്ടുണ്ടായി, എപ്പോഴും എപ്പോഴും എന്നേക്കും.